ആകാശം ഒരു കാലത്ത് മനുഷ്യന് അസാധ്യമായി തോന്നിയ ലോകമായിരുന്നു. എന്നാൽ ഇന്ന് മനുഷ്യൻ പലതവണ ചന്ദ്രനിലെത്തി, ബഹിരാകാശ യാത്രകൾ നടത്തി, ചൊവ്വയിലേക്കുള്ള യാത്രയ്ക്കായി തയ്യാറെടുക്കുകയാണ്. ആ ചരിത്ര യാത്രകളിലെല്ലാം ഇന്ത്യയുടെ പേരും പലവട്ടം ഇടം പിടിച്ചു. രാകേഷ് ശർമ്മ മുതൽ കൽപ്പന ചൗളയും സുനിത വില്യംസും ശുഭാൻഷു ശുക്ലയും വരെ ഇന്ത്യയുടെ അഭിമാനമുയർത്തിയപ്പോൾ ഇനി ആ പട്ടികയിൽ ഒരു മലയാളിയുടെ പേരും എഴുതപ്പെടാൻ പോവുകയാണ്. ആ പുതിയ അധ്യായം എഴുതാൻ പോകുന്നത് പാലക്കാടിന്റെ പേരുകളുള്ള ഒരു മലയാളിയാണ്, ഡോക്ടർ അനിൽ മേനോൻ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന അപൂർവ നേട്ടം അനിൽ സ്വന്തമാക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഡോക്ടർ, എഞ്ചിനീയർ, ഗവേഷകൻ, സൈനികൻ, ഇപ്പോൾ നാസയുടെ ബഹിരാകാശ സഞ്ചാരി. ചരിത്രത്തിലാദ്യമായി ബഹിരാകാശത്തെത്തുന്ന മലയാളി എന്ന ബഹുമതി സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഡോക്ടർ അനിൽ മേനോൻ. 1976 അമേരിക്കയിലെ മിന്നസോട്ടയിലാണ് അനിൽ മേനോന്റെ ജനനം. പാലക്കാട് ഒറ്റപ്പാലംകാരനായ ശങ്കര മേനോന്റെയും യുക്രൈൻ സ്വദേശിനിയായ എലിസബത്ത് സാമോലെങ്കയുടെയും മകനാണ് അനിൽ. അമേരിക്കയിലാണ് വളർന്നതെങ്കിലും തന്റെ മലയാളി വേരുകളെ കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കുന്ന വ്യക്തിയാണ് അനിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മലയാളി അധ്യക്ഷനായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ പിന്മുറക്കാരൻ കൂടിയാണ് അദ്ദേഹം. അനിൽ മേനോൻ ഒരു എമർജൻസി മെഡിസിൻ ഡോക്ടറും അതേസമയം മെക്കാനിക്കൽ എഞ്ചിനീയറുമാണ്. അമേരിക്കൻ സ്പേസ് ഫോഴ്സിലെ കേണലായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ സൈനിക ഡോക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഹിമാലയൻ റെസ്ക്യൂ അസോസിയേഷനൊപ്പം മൗണ്ട് എവറസ്റ്റ് മേഖലയിലും സേവനമനുഷ്ഠിച്ച അനിലിന് അപകടത്തിൽപ്പെട്ട പർവ്വതാരോഹകരുടെ ജീവൻ രക്ഷിച്ച അനുഭവ സമ്പത്തുമുണ്ട്. നാസയിലെത്തുന്നതിന് മുമ്പ് സ്പേസ് എക്സിലായിരുന്നു അനിലിന്റെ പ്രവർത്തനം. ഇലോൺ മസ്കിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ദൗത്യങ്ങളുടെ മെഡിക്കൽ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ക്രൂ ഡ്രാഗൺ ദൗത്യങ്ങളുടെ പ്രധാന ഫ്ലൈറ്റ് സർജൻ ആയിരുന്ന അനിൽ ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്ന മെഡിക്കൽ പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകി. സ്വകാര്യ ബഹിരാകാശ യാത്രകൾക്കായുള്ള മെഡിക്കൽ പ്രോട്ടോകോളുകൾ വികസിപ്പിക്കുന്നതിലും അദ്ദേഹത്തിന്റെ സംഭാവന നിർണായകമായിരുന്നു. 2021 നാസ ദൗത്യത്തിനായി ബഹിരാകാശ സഞ്ചാരികളെ തെരഞ്ഞെടുത്തത്. 12,000-ലധികം അപേക്ഷകരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് വെറും 10 പേർ മാത്രം. ആ 10 പേരിൽ ഒരാളായിരുന്നു അനിൽ മേനോൻ. എന്നാൽ ആ തെരഞ്ഞെടുപ്പ് അവസാനമല്ലായിരുന്നു, തുടക്കമായിരുന്നു. 2 വർഷത്തിലേറെ നീണ്ട അതികഠിന പരിശീലനം, റോക്കറ്റ് സംവിധാനങ്ങൾ, സ്പേസ് വാക്ക്, റോബോട്ടിക് ആം കൺട്രോൾ, വെള്ളത്തിനടിയിലെ ദൗത്യ പരിശീലനം, സർവൈവൽ ട്രെയിനിങ്, റഷ്യൻ ഭാഷ, അങ്ങനെ ഒരു ബഹിരാകാശ സഞ്ചാരിക്ക് വേണ്ട എല്ലാ പരീക്ഷണങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് അനിൽ തന്റെ ആദ്യ ബഹിരാകാശ ദൗത്യത്തിനായി തയ്യാറായത്. ജൂലൈ 14 കസാഖിസ്ഥാനിലെ ബൈക്കണൂർ കോസ്മോഡ്രോമിൽ നിന്ന് സോയൂസ് MS-29 പേടകം കുതിച്ചുയരും. അനിൽ മേനോനൊപ്പം റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളായ പ്യോട്ടർ ദുബ്രോവും അന്ന കിക്കിനയും ഈ ദൗത്യത്തിൽ പങ്കെടുക്കും. വിക്ഷേപണത്തിന് ശേഷം ഏകദേശം 3 മണിക്കൂറിനുള്ളിൽ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ബന്ധിപ്പിക്കും. അതിനുശേഷം തുടങ്ങുന്നത് 8 മാസത്തെ അത്യപൂർവ ഗവേഷണ യാത്രയാണ്. ഈ 8 മാസത്തിനിടെ മനുഷ്യരാശിയുടെ ഭാവിയെ സ്വാധീനിക്കുന്ന നിരവധി പരീക്ഷണങ്ങളാണ് നടക്കുക. ബഹിരാകാശത്ത് മനുഷ്യ ശരീരത്തിലെ രക്തയോട്ടം എങ്ങനെ മാറുന്നു, മൈക്രോഗ്രാവിറ്റിയിൽ മനുഷ്യകോശങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, AI-യുടെ സഹായത്തോടെ ഭൂമിയിലെ ഡോക്ടർമാരുടെ സഹായമില്ലാതെ ചികിത്സ നടത്താനാകുമോ, സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകൾ ബഹിരാകാശത്ത് കൂടുതൽ മികച്ച രീതിയിൽ നിർമ്മിക്കാനാകുമോ? ഇത്തരത്തിലുള്ള പഠനങ്ങൾ ഭാവിയിൽ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും മനുഷ്യരെ സുരക്ഷിതമായി അയക്കാനുള്ള പദ്ധതികൾക്ക് നിർണായക വഴികാട്ടിയാകും. അനിൽ മേനോന്റെ ഭാര്യ അന്ന മേനോനും ബഹിരാകാശ സഞ്ചാരിയാണ്. 2024 സ്പേസ് എക്സിന്റെ പൊളാരിസ് ഡ്രോൺ ദൗത്യത്തിന്റെ ഭാഗമായി അന്ന ബഹിരാകാശത്തെത്തിയിരുന്നു. ഇതോടെ ബഹിരാകാശത്ത് യാത്ര ചെയ്ത ദമ്പതികൾ എന്ന അപൂർവ നേട്ടവും ഇവർ സ്വന്തമാക്കി. പാലക്കാടിന്റെ മണ്ണിൽ വേരുകളുള്ള ഒരു മലയാളി നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായി ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ്. അനിൽ മേനോന്റെ ജീവിതം നൽകുന്ന സന്ദേശം, സ്വപ്നം കാണാൻ ധൈര്യമുണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആകാശം പോലും അവസാനമല്ല എന്നതാണ്. ജൂലൈ 14 ചരിത്രം എഴുതപ്പെടുമ്പോൾ അത് അനിൽ മേനോന്റെ മാത്രം വിജയമല്ല, കേരളത്തിന് തന്നെ അഭിമാന നിമിഷമാണ്.